ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്ക കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ FB പേജിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. താഴെ ഞാൻ FB പേജിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കരയാണ് കേട്ടോ. ശർക്കരയ്ക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്, അരിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചക്കയൊന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്നട്ട്സ് ആണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ഉണക്കമുന്തിരി ഒന്ന് ഗുണ്ടുമണിയായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പഴുത്ത ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. ഈ ചക്ക ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ചക്കയിൽ നല്ല പോലെ പിടിച്ച് കിട്ടണം കേട്ടോ. അതുകൊണ്ട് 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ, അത് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചക്ക നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നെയ്യിൽ കിടന്നിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ശർക്കരപ്പാനി ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക കൊണ്ടുള്ള ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുട്ടുകുറ്റി കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മൾ ചക്ക വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പുഴുങ്ങലരി വെച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഏത് പൊടിയാണെങ്കിലും എടുക്കാം. നിങ്ങൾ പുട്ടുണ്ടാക്കാൻ ഏത് പൊടിയാണോ എടുക്കുന്നത് ആ പൊടി എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് പൊടിയൊന്ന് നനച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് പുട്ടിന് നമ്മൾ പൊടി നനക്കില്ലേ, ആ ഒരു രീതിയിൽ നനച്ചെടുക്കാം. പുട്ടുണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുട്ടിനെ നമ്മൾ പൊടി നനച്ചെടുക്കുമ്പോൾ നനവ് പാകമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട പോലെ നിൽക്കണം. എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകാൻ വേണം. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ചക്കയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളിനി ചക്കയുടെ ഫില്ലിങ് വെക്കുമ്പോൾ അവിടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. തേങ്ങ ആദ്യവും അവസാനവും മാത്രമേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് പുട്ടുപൊടി പുട്ടുകുറ്റിയിൽ നിറച്ചെടുക്കാം. ഇനി നമ്മളിത് ആവി കയറ്റുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ പപ്പടമൊക്കെ കോരിയെടുക്കുന്ന ആ ഒരു കോലില്ലേ, പപ്പടക്കോല്, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ചക്ക കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ വരട്ടിയെടുത്തത്. അപ്പം ആവി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. എന്നാലേ ആവി നന്നായിട്ട് കയറുള്ളൂ, എന്നാലേ നമുക്ക് പുട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ പുട്ടുപാനിയിൽ വെള്ളം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവി വരുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുട്ടുകുറ്റി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പുട്ട് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പുട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചക്ക കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചക്കപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്